മുട്ടിൽ മാണ്ടാടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ മുടി വളരാനും അതുപോലെ താടിയൊക്കെ വളരാനും ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മരുന്ന് ഞങ്ങൾ മുട്ടിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, വേദനാസംഹാരി, നമ്മുടെ ജീവിതത്തിൽ മുട്ടുവേദന, കാലുവേദന ഒക്കെയുള്ള ശരീരവേദനകൾ, പല വേദനകളും ഉള്ള ആളുകളുണ്ട്. ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് എന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾ വലിച്ചു കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് പേര്. ഇപ്പോൾ മുട്ടിലെ മാണ്ടാടാണ് അയാൾ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചില മരുന്നുകളൊക്കെ സ്വയം ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല പാരമ്പര്യമായിട്ട് അച്ഛനിൽ നിന്ന് കൈമാറ്റം ചെയ്ത ചില മരുന്നുകൾ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട്. പക്ഷെ ഇത് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം ഈ ചുറ്റുവശത്തുള്ള ആളുകൾ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉപയോഗിച്ച ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വേദന, ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു. ആ വേദന പിന്നെ മാറിയിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു മരുന്ന് ആള് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ കണ്ടാൽ അറിയാം. ഒരു ആക്സിഡൻറ്റ് നടന്നതാണ്. നല്ല പരിക്കുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇപ്പം വീട്ടിലാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, മനസ്സിനെ, കാരണം ഈ ഒരു സ്ഥിതിയിലും എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു പിന്നെ രീതിയിൽ, കാരണം വേറെ മാർഗങ്ങളില്ല, ആരും ഇല്ല. പിന്നെ അദ്ദേഹത്തിന് പിന്നെ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ്. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? എങ്ങനെയാണ് മരുന്ന് കാര്യങ്ങൾ കണ്ടെത്തിയതൊക്കെ ഒന്ന് പറയും. മരുന്ന് ഞാൻ കണ്ടെത്തിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ് കണ്ടെത്തിയത്. അച്ഛനിൽ നിന്നാണ് ഈ മരുന്നുണ്ടാക്കി, അച്ഛനുണ്ടാക്കി പലർക്കും കൊടുത്തത്. നല്ല റിസൾട്ട് അവർക്ക് കിട്ടി. ഞാൻ അത്ര ഇത് പോയില്ല, എനിക്ക് ഇത്രയും നല്ല അറിയില്ലായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. അപ്പം ഞാൻ അതിൽ നിന്ന്, ആ പുസ്തകത്തിൽ നിന്ന് ഞാനത് എഴുതിയെടുത്ത് ഞാനവിടെ വെച്ചിരുന്നത്. അതിന് ഞാനത് ഉണ്ടാക്കാൻ നിന്നില്ല. എൻ്റെ ആ നടുവേദന എനിക്കുണ്ടായ അനുഭവം വന്നപ്പോഴാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി, ഇക്ര ഹോസ്പിറ്റലിൽ പോയി, നടക്കാവ് ഗോവിന്ദൻ ഡോക്ടറെ അടുത്ത് പോയി. അവിടെയൊക്കെ പോയിട്ട് മരുന്ന് കഴിച്ചു. ഗോവിന്ദൻ ഡോക്ടറെ അടുത്ത് നിന്നാണ് എനിക്ക് ലേസർ കുറവ് കിട്ടിയത്. ആ പുല്ല് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നതാണ്. ഞാനൊന്നും പഠിച്ചില്ല. ഈ കുഴമ്പ് ഞാൻ ഉണ്ടാക്കി ഞാൻ തേച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് വേദന കുറവുണ്ട്. ഞാൻ വളഞ്ഞ് നടന്ന ആൾ നിവർന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കുഴമ്പ് ഞാൻ കണ്ടുപിടിച്ചത്. ഇതിനകത്ത് ഒരുപാട് മരുന്നുകളുണ്ട്. പച്ചമരുന്ന്, ആയുർവേദ മരുന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് മരുന്ന്, അലോപ്പതി മരുന്നിട്ട് യാതൊരു അംശവും ഇതിൻ്റെ അകത്തില്ല. പിന്നെ പീറ് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കാൻ ഞാൻ ഒറിജിനൽ വെളിച്ചെണ്ണ, തേങ്ങ മില്ലിലാട്ടിയ വെളിച്ചെണ്ണ. കെമിക്കൽ ഒന്നും പറ്റൂല. അത് പാകപ്പെടുത്തി എടുക്കണം. ആ പച്ചമരുന്ന് വെച്ചാൽ ഒരുപാട് പച്ചമരുന്നുണ്ട്. അതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് വെട്ടി അരഞ്ഞ് ചതച്ച് എണ്ണയ്ക്കകത്തിട്ട് അത് മൂപ്പിച്ചെടുക്കണം. ആ മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കുഴമ്പുകൾ കിട്ടും. അത് നമ്മൾ അരിച്ചെടുത്തിട്ട് കുപ്പിക്കകത്ത് വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ ഈയിടെ അമ്പലവയൽ 7 ലിറ്റർ കുഴമ്പുണ്ടാക്കി കൊടുത്തു. അതെൻ്റെ മോളാണ്. എന്നുവെച്ചാൽ അവളിവിടെ വന്നപ്പോൾ അവളുടെ അമ്മയ്ക്ക് അസുഖമാണ്. കുഞ്ഞു നടക്കുള്ളൂ വളർന്നിട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോകുമ്പോൾ ഈ കുഴമ്പിച്ചിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അമ്മയ്ക്ക് തേക്കാൻ പറഞ്ഞു. അത് അമ്മയ്ക്ക് തേച്ചപ്പോൾ കൂന് കുറെ മാറി. പിന്നെ തല ഇങ്ങനെ വിറച്ച് നടക്കും. ഇങ്ങനെ ആ വിറയും കുറച്ച് മാറി. അപ്പോൾ ഈ കുഴമ്പ് കൊണ്ടുപോയി ആ ഇത്ര കുഴമ്പ് കൊടുത്തിട്ടുള്ളേ. അല്ല അമ്മച്ചി എന്താക്കുന്നത് വെച്ചാൽ ആ കുഴമ്പ് ഈ മോള് പണിക്ക് പോകുന്ന വീട്ടിൽ, അത് മീനങ്കാടിയിൽ 54 അവിടെ ഒരു ഓട്ട് കമ്പനി ഉണ്ട്, ഓടൊക്കെ വെക്കണേ. അവർക്ക് ആ ചേട്ടന് കൊടുത്തു. ആ ചേട്ടൻ്റെ പിറകെ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇങ്ങനെ അയാളിപ്പോൾ അവിടെ ഇവിടെ മരുന്നിന് ഇഞ്ചിപ്പണിയാണ് കൊടുക്കില്. അപ്പോൾ ഈ പെണ്ണുകൊണ്ട് അയാൾക്ക് ലാസ്റ്റ് ഇത് കൊടുത്തു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അയാളെ പണി നേരെയായി. അപ്പോൾ അയാൾ വെച്ച് നിനക്ക് അവിടെ കൊണ്ടു കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ചാച്ചനുണ്ടാക്കിയതാണ്. എന്നാൽ അയാളോട് പറഞ്ഞിട്ട് ഈ ലാസം ഉണ്ടാക്കുന്ന. അങ്ങനെ ഞങ്ങൾ 7 ലിറ്റർ കുഴമ്പുണ്ടാക്കി. ആ 7 ലിറ്റർ 4 ലിറ്റർ കുഴമ്പും കഴുകി തീർക്കും. അതായത് വിദേശത്തുള്ള ആളുകളൊക്കെ പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതേപോലെ ഓർഡർ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ പിന്നെ മുടി വളരാനുള്ള എണ്ണ, അതുപോലെ വേദന സംഹാരി എണ്ണ എന്ന് പറഞ്ഞാൽ, നടുവേദന പറഞ്ഞാൽ നമ്മൾ സാധാരണ തിരുമുന്ന വൈദ്യന്മാർ തിരുമുന്ന പോലെ നമ്മൾ ഒരുപാട് തിരുമൊന്നും വേണ്ട. ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ കൊണ്ട് തേച്ചാൻ തോന്നില്ല. ആ മൊത്തം ഉള്ളിലേക്ക് വലിയ പോകും.
അങ്ങനത്തെ ഒരു കുഴമ്പാണ് എണ്ണയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ വല്ലാതെ നടുവേദന ഉള്ളവർ എന്താക്കും, നമ്മൾ കമത്തി കിടത്തിട്ട് ആയുർവേദ ചികിത്സയില്ലേ, ആ ചികിത്സ പോലെ കമത്തി കിടത്തിട്ട് നമ്മുടെ നടുവിൻ്റെ ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ, ഈ കുഴിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു നിർത്തും. അതിന് പിന്നെ വേറൊരു സംവിധാനമുണ്ട്. ആൾ ഒഴിച്ചു നിർത്തി ഒരു 1/2 മണിക്കൂർ കിടന്നിട്ട് ആളെ ഏൽപ്പിച്ചാൽ ആൾ നടുവേദന മാറി. അത് ഞാൻ ചെയ്തു. ഇവിടെ പന്തിക്കുഴി ഞാൻ ചെയ്തു. വടിയും കുത്തിപ്പിടിച്ച് നടന്ന ആളുടെ ഞാൻ അവിടെ ചെന്ന് കല്യാണത്തിൽ വരുമ്പോൾ ഇയാൾ വടിയും കുത്തിപ്പിടിച്ച് നടക്കും, ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മുടെ ചേട്ടനോടിക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നു ഈ കുഴമ്പെടുത്തിട്ട് ഈ കുഴമ്പെടുത്തിട്ട് ആൾ കൊണ്ടുപോയി പുള്ളി കട്ടിലേക്ക് കിടത്തിയിട്ട് ഞാൻ എന്താക്കി, കട്ടിലേന്ന് നല്ലപോലെ കമത്തി ഞാൻ കിടത്തിയിട്ട് കട്ടിലെ കിടത്തി അതിൽ നടുവിൻ്റെ കൂടെ കുഴമ്പങ്ങ് ഉച്ച നിർത്തി. ഒരു 1/2 മണിക്കൂർ കിടക്കാൻ മതി, 1/2 മുക്കാൽ മണിക്കൂർ കിടന്നു. ഇയാൾ വടിയും കുത്തിപ്പിടിച്ച് നടന്ന മനുഷ്യനായി. കുറച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഏക്കാൻ പറഞ്ഞു, ഏൽപ്പിച്ചു. അപ്പോഴത്തേക്ക് കുഴമ്പുകളും ഇല്ല, കുഴമ്പ് ലേശം കുഴമ്പുള്ളൂ, ബാക്കി ഉള്ളിലേക്ക് വലിയ ഏൽപ്പിച്ച് ഇരിക്കാൻ പറഞ്ഞോട്ടെ. ഇരുത്തി ഞാനിങ്ങനെ വരുന്ന കട്ടിലായിരുന്നു. ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് ഏക്കാൻ പറഞ്ഞു. അങ്ങനെ 5 പ്രാവശ്യം ഏക്കാൻ ഇരിക്കാൻ പറഞ്ഞ് ഇരുത്തി. കാല് കുടയാൻ പറഞ്ഞു, കാല് നല്ല കുടയാൻ പറഞ്ഞു, 2 കാലും കുടഞ്ഞ് കൈയും കുടഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് ഏക്കാൻ പറഞ്ഞു. ഇപ്പം അങ്ങനെ വേദന എൻ്റെ വേദനയെല്ലാം പോയി. പിന്നെ ആ ചങ്ങായി അന്നത്തെ ദിവസം വടി കുത്തിപ്പിടിച്ച് നടന്നില്ല. ആ കുഴമ്പ് കൂട്ട് ഒരു ഇത്രയും കുഴമ്പ് ബാക്കിയുണ്ടായിരുന്നു, ഇത്രയും കുഴമ്പ് കൊടുക്കും. ആ കുഴമ്പ് അത് പുള്ളി കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ നിങ്ങളെ കുഴമ്പ് ഉപയോഗിച്ചിട്ട് അതിന്റെ പിന്നെ മാറ്റങ്ങൾ അറിഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെ അതെ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ? എനിക്ക് അനുഭവം ഉണ്ട്. കാര്യം ഞാൻ ഫർണിച്ചർ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരു ദിവസം നടുവേദന വന്നിട്ട് ആള് ലേശം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് തേച്ച് പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ജലദോഷം കേട്ടും അതോടുകൂടി വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഇതുവരെ നടുവേദന വന്നിട്ടില്ല. ഞാൻ എന്നിട്ട് നിർബന്ധിക്കായിരുന്നു ഒന്ന് എന്താണ് ഉണ്ടാക്ക് എന്തൊക്കെയും പറഞ്ഞിട്ട്. പക്ഷേ ആൾക്ക് ഇതുവരെ അതിനുള്ള സമയം കിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്കെല്ലാവരും കൂടിയിട്ട് എന്നാലും ആള് ഉണ്ടാക്കണം, എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. എന്നെ പോലെ തന്നെ ഈ മരുന്നിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് ഇപ്പൊ ഞാന് പിന്നെ കണ്ടപ്പോ തന്നെ എനിക്കിതാ, കാരണം ഒറിജിനൽ ഒരു പച്ച കളറ് ഇതില് വേറെ ഒരു കെമിക്കലോ ഒന്നുമില്ല. നല്ല ഉള്ളില് തുറന്നു നോക്കിയാൽ തന്നെ കാണാം ഈ പച്ചമരുന്നിന്റെ ചെറിയ അംശങ്ങൾ ഇതിനകത്ത് കാണാൻ, വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോ ഇത് എന്താ പറയാ, നല്ലൊരു എന്താ പറയാ ഒറിജിനൽ വെളിച്ചെണ്ണ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കട്ടിയായി കിടക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിനെ കുറിച്ച് വെച്ചാൽ നമ്മൾ ഇത് മുടി ഉണ്ടാകാൻ ഇത് ഉണ്ടാക്കിയത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, എനിക്ക് തലമുടി കുറവാണ്, കഷ്ണിയാണ്. അപ്പം ഞാൻ ഈ യൂട്യൂബിലും ടി വിയിലൊക്കെ ആണ് മുടി ഉണ്ടാകുന്നവർ എണ്ണ കാച്ചി കൊണ്ടുവന്ന് കൊടുക്കുന്നത്, ഇവിടെ കടയിൽ കൊണ്ടുവന്ന് കൊടുക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ഇത് നമ്മൾ ഉണ്ടാക്കിയ നടക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഈ മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പം ഉണ്ടാക്കുന്ന മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ മരുന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ മുടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുടി ഉണ്ടാകുന്ന എണ്ണയാണെന്ന് മനസ്സിലായത്. അങ്ങനെ ധൈര്യപൂർവ്വം ഞാനൊന്ന് അങ്ങനെ ഉപയോഗിച്ച് നോക്കിയതാ. ആഴ്ചയിൽ 3 ദിവസം ഇതാക്കാവുള്ളൂ. അതായത് കംപ്ലീറ്റ് പച്ചമരുന്നാ. നല്ല സ്മെല്ലുണ്ട്. എന്താ പറയുക, ചെറിയൊരു കഫക്കെട്ട് ഉണ്ടായിരുന്നു. സ്മെല്ലടിച്ചപ്പോൾ ഒരു കുത്തല്, അത് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ തേച്ച് നോക്കുകയാണ്. തേച്ച് നോക്കൂ. ഇതൊക്കെ നല്ല സാധനം കൂട്ടുണ്ടാക്കുന്ന, അത് വിലപിടിപ്പുള്ള സാധനം കൂട്ടുണ്ടാക്കുന്ന. അതാണ് വെറുതെ കുറച്ച് പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ കാച്ചുന്നതല്ല ഇത്. അങ്ങനത്തെ അല്ല. ഇത് വേണമെങ്കിൽ ഞാൻ എണ്ണ കാച്ചുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ മരുന്നുകൾ കുറച്ച് കൂട്ടി ഞാൻ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് ആൾക്കാർ പിന്നെ നമുക്കിപ്പോൾ ആൾക്കാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലേ? അതായത് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കാം. ഇപ്പോൾ ആളുടെ അവസ്ഥകൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉണ്ട്, അതുപോലെ തൊടയിൽ പൊട്ടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്താണ് ഇതിനെ കുറിച്ച് ഇയാൾ ചിന്തിക്കുന്നത്. കാരണം അച്ഛനിൽ നിന്ന് കിട്ടിയ മരുന്ന് എന്താ പറയാ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല ചിന്തിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. പിന്നെ ഈ മരുന്നിനെ പറ്റി നിങ്ങൾക്ക് ശരിക്കും ഒന്നും കൂടെ ഞാൻ വിവരിച്ചു തരാൻ. ഞാൻ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഇവിടെ വന്ന് ഒരാൾ മരുന്ന് തേച്ചിട്ട് പോയി. ഈ വണ്ടിയുടെ ആൻഡിലില്ലേ, ആൻഡിലും ഈ ഇവിടെ കട്ടി
ചേട്ടൻ്റെ ഇതപ്പോൾ ഇവരെ കാൽവേദനയാണ്. അപ്പോൾ ചേട്ടൻ ആ മരുന്ന് തേക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വരാനുള്ള കാര്യം ഇതോ ഇത് ഇത് ഞരമ്പ് ഉരുണ്ട് വീണതും രക്തോട്ടം കുറവും. ഞരമ്പിൽ കൂടെ രക്തോട്ടം കുറവാണ്. അതാണ് ഈ കാണുന്ന ഇത് കണ്ടോ, ഇതാ ഈ കാണുന്ന ഈ ഞരമ്പ് ഉരുണ്ട് കൂടിയേക്കുന്നതാണ് രക്തോട്ടം കുറവാണ്. അപ്പോൾ ആ രക്തോട്ടം കുറയുമ്പം ഇവിടെ നമുക്ക് ഒരു തരിപ്പുണ്ടാവും. ഇവിടെ ആ തരിപ്പ് വന്നാൽ ഒരു ഇടിമിനി പോലത്തെ ഒരു വേദനയാണ്. ഇവരോട് ചോദിച്ചു ഇവർ പറയും ആ വേദന വരും, ഭയങ്കര വേദനയായിരിക്കും, നമുക്ക് ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല, ഉറങ്ങാൻ പറ്റൂല, അതിൻ്റെ വേദന ഉണ്ടാവും. പിന്നെ എവിടേക്കാടാ വേദനയുള്ള സ്ഥലമൊക്കെ ഒന്ന് ഇതുണ്ടോ, ഞാനിവിടെ പിടിച്ച് നോക്കിയതാ. അതെ ഇവിടെ ഇവിടെ ഉണ്ട് ഈ പോകുന്ന ഞരമ്പ്. ഈ ഞരമ്പ് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഞരമ്പ് ഇതാവും. ഇതായി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ എന്താക്കും, വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നിൽക്കാതെ ഞാൻ ഈ കുഴമ്പുണ്ടാക്കി തന്നെ നിങ്ങൾ തേച്ച് ഇതാക്കാം. എനിക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് ഉണ്ടാക്കാൻ. അല്ല ഒരുപാട് എന്താ പറയുക, പിന്നെ ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം ചക്കനെ വിളിച്ചാൽ എൻ്റെ പോണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ വൈദ്യരടുത്ത് പോയിട്ട് നമ്മൾ മരുന്ന് തേച്ചില്ലേ, ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? വേദന കുഴപ്പമില്ല, കുറവുണ്ടല്ലോ അല്ലേ? അപ്പോൾ മാറ്റമുണ്ട്, നല്ല ഒരു മരുന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്